ഹലോ ചക്രകളെ, വെളുത്ത മുടി കറുപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നും നമ്മൾ നരച്ച മുടിയെ ഒന്ന് പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ തുണിയിലൊന്നും ആവത്തില്ല, നമുക്ക് ധൈര്യമായിട്ട് പുറത്തോട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാം. ഒരു കെമിക്കലും ഇല്ലാതെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഹെയർ ഡൈയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ അതിൻ്റെ തെളിവ് സഹിതം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഒറ്റ മുടി കറുപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള മുടിയെല്ലാം വെളുപ്പിക്കുന്നതിലും അതുപോലെ അലർജി പ്രശ്നങ്ങളും സ്കിന്നിലെ പല പ്രശ്നങ്ങളും ചൊറിച്ചിലും മുടി കൊഴിച്ചിലും ഒക്കെ വരുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നത് അല്ലേ. അപ്പം ഇന്നും അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ കഴിവതും നിങ്ങൾ ഇങ്ങനത്തുള്ള കെമിക്കൽ ഡൈകൾ യൂസ് ചെയ്യാതിരിക്കുക. പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് കെമിക്കൽ ഡൈ ആണ്. പക്ഷേ അതിനേക്കാളുപരി പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഹെയർ ഡൈകൾ. അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് 100% അതിന് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകുന്ന അവസരത്തിൽ നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് പോകാം. യാതൊരു പ്രശ്നവുമില്ല, സൈഡ് എഫക്റ്റ് ഇല്ല, അലർജി പ്രശ്നങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങളാണ്, നമ്മൾ കാശ് കൊടുത്തൊന്നും മേടിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. അപ്പം ഒരുപാട് കരിഞ്ജീരകത്തിൻ്റെ ഹെയർ ഡൈ, അതുപോലെ തന്നെ കറിവേപ്പില ഉപയോഗിച്ചുള്ള ഹെയർ ഡൈ, ഇങ്ങനെ പല ഹെയർ ഡൈകളും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ള ചീനച്ചട്ടിയോ എടുത്ത് അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ജീരകം മാത്രമല്ല നമ്മളിതിൽ ചേർക്കുന്നത്, കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഞാൻ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഒരു 2 കൈപിടിയോളം നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയും കരിഞ്ജീരകവും ഒക്കെ നമ്മുടെ മുടി കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും താരനും അലർജി പ്രശ്നങ്ങളും ഒക്കെ നന്നായിട്ട് കുറയാനും സഹായിക്കുന്നതാണ് ഈ ഒരു കരിഞ്ജീരകവും മുരിങ്ങയിലയൊക്കെ. മിക്ക വീടുകളിലും മുരിങ്ങയില സുലഭമായിട്ട് കാണുന്ന ഒന്നാണല്ലേ. അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കുന്നതിന് ബെനിഫിറ്റ് കൂടാതെ നമ്മുടെ ഹെയറിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. നല്ല രീതിയിലുള്ള മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയില. ഞാൻ എൻ്റെ എണ്ണ കാച്ചുന്നതിനകത്തെല്ലാം ഈ മുരിങ്ങയിലയും കരിഞ്ജീരകവും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ജീരകമാണ്. നല്ല ജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല, നല്ല ജീരകം. ഈ ജീരകം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലർക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ചൊറിച്ചിലുണ്ടാവാറുണ്ട്, ഉണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീരകം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ജീരകം തലയ്ക്ക് നല്ലൊരു ഹോം റെമഡിയാണ്. അതായത് നമ്മൾ ജീരകം തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് നമ്മൾ 2 തുളസിയിലയും കൂടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളം കൊണ്ട് ഹെയറിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലും അലർജി പ്രശ്നങ്ങളും കുറേ മാറിക്കിട്ടും. അപ്പോൾ അതൊരു നല്ല ഹോം റെമഡിയാണ് കേട്ടോ. പലർക്കും പല രീതിയിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യും, സ്ട്രെയിറ്റൻ ചെയ്ത ആൾക്കാരും റീബോണ്ടിങ് ചെയ്ത ആൾക്കാർക്കുമൊക്കെ ഇതങ്ങനെ റിസൾട്ട് കിട്ടില്ല. കാരണം ഓൾറെഡി അവരുടെ ഹെയർ സ്മൂത്തായിട്ട് തന്നെ കിടക്കും. ഈ സ്മൂത്ത്നെസ് ഉള്ള മുടിയിലേക്ക് ഇത് പിടിക്കത്തില്ല. നമുക്ക് സാധാരണ ഹെയറിൽ, അതായത് ഡൈ ഒന്നും ചെയ്യാതിരിക്കുന്നവരിലും പെട്ടെന്നൊന്ന് കറുപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുമുള്ള ഹെയർ ഡൈകളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്, ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. ചില വീഡിയോയ്ക്കൊക്കെ നമുക്ക് 5 ലക്ഷം 6 ലക്ഷം ഒക്കെ കടന്നിട്ടുണ്ട്. ആ വീഡിയോസിൽ ഒരുപാട് പേർക്ക് റിസൾട്ടുള്ള കിട്ടിയ കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇനി നമ്മൾ അതെല്ലാം ഒന്ന് നല്ലതായിട്ട് കറുത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ 2 രൂപയുടെ സാഷ പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള കാപ്പിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ മുടിയെ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ നല്ലതാണ്, നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം നമ്മുടെ നീലയമരിയുടെ പൊടിയാണ്. നീലയമരി എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി കറക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നീലയമരി. മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് നാച്ചുറലായിട്ടുള്ളൊരു കറുപ്പ് കൊടുക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു നീലയമരിപ്പൊടി. 2 ടീസ്പൂൺ നീലയമരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പം 2 രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്, ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ നന്നായിട്ട് അതും കൂടെ കൂട്ടി നല്ലതായിട്ട് കറപ്പിച്ചെടുത്തിട്ടുണ്ട്, നീലയമരിയും കൂടെ കൂട്ടി നല്ലതായിട്ട് കറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല പോലെ കഴുകി ഉണങ്ങിയ ഒരു ജാറിലേക്ക് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. വെള്ളത്തോടുകൂടി ഒരിക്കലും നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഓരോരുത്തരും
ചെയ്യുന്ന രീതിയാണ് ചിലർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം കേട്ടോ. ചൂടോട് കൂടി അടിച്ചെടുക്കരുത്. കാരണം ഒത്തിരി തണുക്കണ്ട. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അധികം ചെറിയ ചൂടോടുകൂടിയൊക്കെ പൊടിച്ചെടുക്കാൻ കുഴപ്പമില്ല. ഒരുപാട് അങ്ങ് തണുപ്പിക്കുകയും വേണ്ട. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരും. നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ ജാറ് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, പൊടിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക കൂടി ചെയ്യുക. കുറച്ചുകൂടെ റിസൾട്ട് കൂട്ടി കിട്ടും. അപ്പോൾ നൈസ് പൗഡർ ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി രണ്ടായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ആദ്യം ഞാൻ ഇതിനകത്തേക്ക് റോസ്മേരിയുടെ ഓയിൽ 2-3 ഡ്രോപ്സിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റോസ്മേരി ഓയിൽ നമ്മുടെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകാനായിട്ടും നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിൽ മാറാനായിട്ടും അതുപോലെ തന്നെ താരനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് റോസ്മേരിയുടെ ഓയിൽ കേട്ടോ. അപ്പോൾ ഈ റോസ്മേരി ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. റോസ്മേരി ഓയിൽ മാത്രം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ റോസ്മേരിയുടെ ഓയിൽ മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മളിത് തേക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്ത മുടി, അതായത് ഷാമ്പൂ വാഷ് ചെയ്ത ഹെയറിലേക്ക് നിങ്ങൾക്ക് ഫ്രണ്ടിലെ നരയൊക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു കളറിൽ, നല്ലൊരു കറുപ്പ് കളറിൽ നമുക്കിത് പിടിച്ചിരിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നന്നായിട്ട് ബ്രഷ് വെച്ച്, ടൂത്ത് ബ്രഷില്ലേ, പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷ് പുതിയതുണ്ടെങ്കിൽ അത് വെച്ച് മാത്രം തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചീവി വെക്കുക. ചീവി വെച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഒരു അരമണിക്കൂർ ഈ ഒരു സാധനം ഉണങ്ങണം. കാരണം ഇത് നമ്മൾ റോസ്മേരിയുടെ ഓയിൽ വെച്ചാണ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ വെച്ചല്ല. നല്ല രീതിയിൽ പിടിച്ചിരിക്കാനായിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇരുന്നതിന് ശേഷം നല്ലതായിട്ട് കോമ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു റോസ്മേരി ഓയിലിന് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ ഒരിക്കലും നമ്മുടെ കയ്യിലൊന്നും അങ്ങനെയൊന്നും ആവത്തില്ല. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്ത് കാണിക്കുന്നത് വേറൊരു സാധനം ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അതും നമ്മൾ ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് തികച്ചും ഒരു നാച്ചുറൽ സെറ്റപ്പാണ്, ഒരു ടെമ്പററി സെറ്റപ്പാണ് ഞാൻ കാണിക്കുന്നത്. പുറത്തോട്ട് പോകുമ്പോൾ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 2 ഹെയർ ഡൈകളാണ് കാണിക്കുന്നത്. അപ്പം നരമൂലം, അതായത് നരയെ ഒന്ന് മറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്, അതായത് പെട്ടെന്നൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് അവർക്ക് യാതൊരു ഡൈയും ചെയ്യാൻ പറ്റത്തില്ല, ഒരു കെമിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു നിലയിൽ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ, ചിലർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ്, എണ്ണ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ്, അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗ്ലിസറിൻ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും എടുത്തിട്ട് ഗ്ലിസറിൻ അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 3/4 മണിക്കൂർ ഗ്ലിസറിൻ തേച്ച സംഭവം 3/4 മണിക്കൂർ നമ്മളിരിക്കണം. നല്ലതായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കോമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞ് പുറത്തോട്ട് പോകാം. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, പുറത്തോട്ട് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന 2 ഹെയർ ഡൈകളാണ്, നാച്ചുറൽ ടെമ്പററി ഹെയർ ഡൈകളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. പുറത്തോട്ട് പോയി കഴിഞ്ഞ് വന്ന് തിരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഷാമ്പൂ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് മുടിയിലിരിക്കത്തില്ല. തികച്ചും ടെമ്പററി ഹെയർ ഡൈ ആണ്. കമൻറ്റ് ഇടുന്നവർക്ക് പിന്നെയും ഞാൻ പറയുവാണ്, നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ട് മാത്രം കമൻറ്റ് ഇടുക. ഇതൊരു തികച്ചും ടെമ്പററി ഹെയർ ഡൈ ആണ് ഞാൻ കാണിക്കുന്നത്. ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാർക്കുള്ള തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ടെമ്പററി ഹെയർ ഡൈ. ഇത് നമുക്ക് പുറത്തോട്ട് നെറ്റിയിലെ മുടിയൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ആണ്. അത് നമ്മൾ തേച്ച് വെക്കുക. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തോട്ട് പോവുക. ഉപയോഗിച്ചതിന് ശേഷം പുറത്തോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഷാമ്പൂ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഹെയർ ഡൈ നേരത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന വിധം അറിഞ്ഞ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചോദിക്കുക, ഇത് ഷാമ്പൂ ചെയ്താൽ പോകുമോ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ പോകുമോ? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഷാമ്പൂ ചെയ്താൽ ഇത് പോകും. ഷാമ്പൂ ചെയ്താൽ പോകാതിരിക്കുന്നതെല്ലാം കെമിക്കലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പോകാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1 മാസമൊക്കെ നമ്മുടെ തലമുടിയിൽ നിൽക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. നമ്മൾ ഹെന്ന യൂസുള്ള ഹെയർ ഡൈകൾ നിൽക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളി ഹെയർ ഡൈ ആണ്. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കും.